NSSുമായി കോൺഗ്രസ് തിടുക്കപ്പെട്ട് ചർച്ച നടത്തില്ല. ഇപ്പോൾ NSSന് പിണക്കാതെ മുന്നോട്ടു പോവുകയും ഉചിതമായ സമയത്ത് ചർച്ചകൾ ആരംഭിക്കാമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ധാരണ. NSSനെ ആക്രമിക്കാതെ CPMനെയും സർക്കാരിനെയും കടന്നാക്രമിക്കുകയാണ് ഇന്നും UDF നേതാക്കൾ ചെയ്തത്. സുകുമാരൻ നായരുടെ പരസ്യപ്രതികരണത്തിനു പിന്നാലെ UDF നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തി. NSS നീക്കം UDFനെ അമ്പരപ്പിച്ചെങ്കിലും തൽക്കാലെ കരുതലോടെ നീങ്ങും. ആശങ്കയോടെ തിടുക്കപ്പെട്ട് പെരുന്നയിലേക്ക് ഓടിയാൽ വലിയ പ്രയോജനം ചെയ്യില്ല. ചിലപ്പോൾ തിരിച്ചടിച്ചേക്കാം എന്നും കോൺഗ്രസ് കരുതുന്നു. അതിനാൽ കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണെന്ന് NSS അണികൾക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിൽ മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നീക്കം. ഒപ്പം CPMന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യവും നിരന്തരം തുറന്നുകാട്ടാനും ശ്രമിക്കും. മാത്രമല്ല CPM നീക്കങ്ങൾ BJPക്ക് അവസരമൊരുക്കുന്നതാണെന്ന പ്രചാരണവും നടത്തും. വർഗീയ ശക്തികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് CPM ചെയ്യുന്നത്. BJP ചെയ്യുന്ന അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ CPM യാത്ര ചെയ്യുന്നത്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്. NSSുമായി ഒരു തർക്കവുമില്ലെന്ന് UDF നേതാക്കൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. NSSുമായി ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അവരുടെ സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവരിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുകുമാരൻ നായരുടെ നിലപാടിനോട് NSSനുള്ളിൽ നിന്നും ഉയരുന്ന എതിർപ്പും കോൺഗ്രസ് ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.